നമസ്കാരം. IPLന്റെ വരാനിരിക്കുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ സഞ്ജു സാംസണെ കണ്ടേക്കില്ല എന്ന അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത്. മോഹിപ്പിക്കുന്ന ഓഫറുകളുമായി രണ്ട് വമ്പൻ ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന് പിന്നാലെയുണ്ടെന്നും ഒരുപക്ഷെ വലിയൊരു കൂടുമാറ്റം അടുത്ത സീസണിന് മുൻപ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് നിലവിലെ റിപ്പോർട്ടുകൾ. നിലവിൽ നായകൻ കൂടിയായ സഞ്ജുവിനെ അടുത്ത സീസണിലും നിലനിർത്താൻ റോയൽസ് തയ്യാറെടുക്കവെയാണ് വലിയ ട്വിസ്റ്റിന് വഴിതെളിയുന്നത്. കഴിഞ്ഞ IPL സീസണിന് തൊട്ടു മുൻപും ഈ ഒരു തരത്തിൽ വലിയൊരു സർപ്രൈസ് ട്രാൻസ്ഫർ സംഭവിച്ചിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനായിരുന്ന ഹർദിക് പാണ്ഡ്യയെ തിരികെ വാങ്ങി മുംബൈ ഇന്ത്യൻസാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഹർദിക്കിൻ്റെയും മുംബൈയുടെയും ആരാധകർക്ക് ഇതൊരു വലിയ ഷോക്കും കൂടിയായിരുന്നു. അടുത്ത സീസണിന് മുൻപ് സഞ്ജു റോയൽസ് വിടുകയാണെങ്കിൽ അത് വലിയ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിലാണ് സഞ്ജുവിനെ റാഞ്ചാൻ ചില ടീമുകൾ നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്, ഇതുവരെ കിരീടം നേടിയിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നിവയാണ് ഈ ഒരു ഫ്രാഞ്ചൈസികൾ. 30 കോടി രൂപയാണ് സഞ്ജുവിന് CSK വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം. RCB ആകട്ടെ 25 കോടിയും നൽകാൻ സമ്മതം മൂളിയെന്നും സൂചനകളുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇനിയും വന്നിട്ടില്ല. അടുത്ത സീസണിൽ വിക്കറ്റ് കീപ്പർമാരെ ആവശ്യമുള്ള ഫ്രാഞ്ചൈസികളാണ് ചെന്നൈ സൂപ്പർ കിങ്സും RCBയും. അതുകൊണ്ട് തന്നെ ഈ ഓഫറുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും സാധിക്കില്ല. മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണി അടുത്ത സീസണിലും കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. ഇടയ്ക്കിടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ അലട്ടുന്നതിനാൽ തന്നെ 43-കാരനായ ധോണി വിരമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ ഒരു പകരക്കാരനെ CSKയ്ക്ക് ആവശ്യമായി വരികയും ചെയ്യും. ധോണിയുടെ പകരക്കാരൻ്റെ റോളിലേക്ക് പെർഫെക്റ്റാണ് സഞ്ജു. ഋഷഭ് പന്തിനെ റാഞ്ചാൻ CSK ശ്രമിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അടുത്ത സീസണിലും ഡൽഹി ക്യാപിറ്റൽസിൽ ഋഷഭ് തുടരും എന്നാണ് ടീം ഡയറക്ടറായ സൗരവ് ഗാംഗുലി തന്നെ പിന്നീട് പ്രതികരിച്ചത്. RCBയുടെ കാര്യമെടുത്താൽ ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് ആയിരുന്നു കഴിഞ്ഞ സീസൺ വരെ അവർക്കായി വിക്കറ്റ് കാത്തത്. പക്ഷേ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ദിനേശ് കാർത്തിക്കിൻ്റെ സേവനവും RCBക്ക് ലഭിക്കില്ല. സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയും RCBക്ക് നൽകാൻ സാധിക്കും. സൗത്ത് ആഫ്രിക്കയുടെ മുൻ നായകൻ ഫാഫ് ഡു പ്ലസിയാണ് 2002 മുതൽ ടീമിനെ നയിക്കുന്നത്. പക്ഷേ അടുത്ത സീസണിൽ അദ്ദേഹത്തെ നിലനിർത്തുമോ എന്ന കാര്യം സംശയമാണ്. അതേസമയം സഞ്ജുവിനെ സംബന്ധിച്ച് റോയൽസുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. 2013 അവർക്കൊപ്പം IPLൽ കരിയർ ആരംഭിച്ച അദ്ദേഹം 2021 മുതൽ ടീമിനെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മുൻ സീസണുകളിലും സഞ്ജുവിന് ഈ ഒരു തരത്തിൽ മറ്റു ചില ഫ്രാഞ്ചൈസികളിൽ നിന്നും വലിയ ഓഫറുകൾ വന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതെല്ലാം നിരസിച്ച് റോയൽസിനൊപ്പം തുടരുകയായിരുന്നു. ഇത്തവണ സഞ്ജുവിന് മനം മാറ്റം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കിരീട നേട്ടത്തിന് അരികെ എത്തിയെങ്കിലും ഇനിയും കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് രാജസ്ഥാനെ സംബന്ധിച്ച വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഞ്ജുവിന് മേൽ ഇപ്പോൾ സമ്മർദ്ദങ്ങൾ ഏറിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ, അതായത് 2025 IPL സീസൺ സഞ്ജുവിനെ സംബന്ധിച്ചും റോയൽസിനെ സംബന്ധിച്ചും നിർണായകമാണ്. ഈ ഒരു മത്സരത്തിൽ തിളങ്ങേണ്ടത്, സഞ്ജു നായകനായി തുടരുകയാണെങ്കിൽ അതിൽ തിളങ്ങേണ്ടത് അനിവാര്യമാണ്. ഇത് സഞ്ജുവിന് ഒരു അവസാന അവസരം എന്നോണമായിരിക്കും മാനേജ്മെൻറ്റും കൊടുക്കുക. അല്ലാത്ത പക്ഷം മറ്റ് ടീമുകളിലേക്ക് പോകാനായിരിക്കും സഞ്ജുവും ശ്രമിക്കുന്നത്.